അന്ന് വീട്ടില് പെണ്ണ് കാണാൻ വന്നപ്പോ എന്നോട് ഒറ്റയ്ക്ക് സംസാരിച്ചോളാൻ അച്ഛൻ പറഞ്ഞതാണ്. പക്ഷെ അവിടെ അമ്മാവനും അമ്മയും എല്ലാവരും ഉണ്ടായപ്പോ എനിക്കൊരു ചമ്മതി. അതുകൊണ്ടാണ് ഇവിടെ കാണാന്ന് പറഞ്ഞത്. അത് നന്നായി. എനിക്കൊന്ന് വേണ്ട വിധത്തിലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഏതുവരെ പഠിച്ചെന്നാണെന്ന് പറഞ്ഞത്? ഞാനന്ന് പറഞ്ഞില്ലേ ബികോം. അത് കഴിഞ്ഞിട്ടൊന്നും ചെയ്തില്ല അല്ലേ? അത് കഴിഞ്ഞിട്ട് കുറച്ച് സപ്ലി ഒക്കെ ഉണ്ടായിരുന്നു. എവിടാ? അല്ല സപ്ലൈക്ക് പോയി. അതല്ല, ആരിയേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് സബ്ജക്റ്റ് ഒക്കെ എഴുതിയെടുക്കാണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒരു കൊല്ലം കൊണ്ട് എഴുതിയെടുത്തു. അത് എനിക്കും ഉണ്ടായി കൊറേ. ഞാൻ പിന്നെ അതൊരു 6 മാസം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എഴുതിയെടുത്തത്. 6 മാസം കൊണ്ടോ? 6 മാസം തന്നെ എടുത്തില്ല, ഒരു 5-5.5 മാസം എടുത്തുള്ളൂ എന്നാ എനിക്ക് തോന്നണത്. അതെല്ലേ. അല്ല, പ്യാരിയേട്ടനന്ന് വന്നപ്പോ എന്താ ജോലി പറഞ്ഞത്? ഞാൻ മാനേജറാണല്ലോ. മാനേജർ എവിടെ? ഇൻഫോ പാർക്കില്. ഇൻഫോ പാർക്ക് എവിടെ? ഇൻഫോ പാർക്ക് നമ്മുടെ കാക്കനാട്. അപ്പോ തിരുവനന്തപുരത്തുള്ളത്? അത് ടെക്നോ പാർക്കാണ്. ഓ. പിന്നെ സുഭാഷ് പാർക്കും ഉണ്ട്, ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അത് മറൈൻ ഡ്രൈവിലാണ്. പാർക്ക് എനിക്ക് നല്ല ഇഷ്ടമല്ലെങ്കിലും. പോകാം നമുക്ക് എല്ലായിടത്തും. പിന്നെ എന്താണ് ഹോബീസ് ഒക്കെ? ഞാന് പാട്ട് കേൾക്കും, TV കാണും, പിന്നെ കിടന്നുറങ്ങും. അപ്പൊ കുക്കിംഗ് ഒന്നും അറിയില്ല? എനിക്കറിയില്ല. അയ്യോ, അത് പഠിക്കണം. അല്ല, എനിക്കെല്ലാം അമ്മ ചെയ്തു തരും. അത് ശരി. ഈ യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കാവുന്ന. എനിക്ക് ഇഷ്ടല്ല, എനിക്ക് ഒട്ടും ഇഷ്ടല്ല. വീട്ടില് ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുവരെയൊക്കെ ആക്കിയതും ബുദ്ധിമുട്ടിയതും ഒക്കെ അച്ഛൻ തന്നെയാണ്. അപ്പൊ താൻ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ കാര്യം മുഴുവൻ നോക്കേണ്ടതാണ്. അപ്പൊ കുക്കിംഗ് നിർബന്ധമായിട്ടൊക്കെ അറിഞ്ഞിരിക്കണം. നമുക്ക് ഒരുമിച്ച് പഠിക്കാലോ കുക്കിംഗ് ഒക്കെ. എന്നെ കൊണ്ട് ആയ സഹായമൊക്കെ ഞാൻ ചെയ്തു തരാം. മതി. പിന്നെ ഈ എന്നെ ഇഷ്ടമായതെനിക്ക് ജ്യൂസല്ല എന്നെ രണ്ടും. എനിക്കും തന്നെ ഒരുപാട് ഇഷ്ടമായി. ഞാൻ അന്വേഷിച്ച് നടന്ന ഒരാളെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ തനിക്ക് ഇഷ്ടമാണ്, വേറെ തർക്കമൊന്നും ഇല്ലെങ്കിൽ വീട്ടുകാരെ ആലോചിക്കട്ടെ കാര്യങ്ങളല്ലേ? അതെ. പിന്നെ പ്യാരേട്ട, ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല. അച്ഛൻ അന്വേഷിക്കും. ഞാനെന്നാ പോട്ടെ. ഞാൻ വീട്ടുകാരെ അടുത്തോളം. വേണ്ട, ഞാൻ പോയിക്കോട്ടെ. ശരി കേട്ടോ. ഇടയ്ക്ക് ഞാൻ വിളിക്കാം. എന്താ ചേട്ടാ, ഇന്നലെ അങ്ങനെ കണ്ടിട്ടല്ലോ? ഇന്നലെ ഞാൻ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. അപ്പൊ നോക്കുമ്പോ മോൾക്ക് ഒരു കല്യാണാലോ. കാര്യൊന്നുമില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൊക്കെ തന്നെയാണ് ചെക്കൻ. എന്നാലും നമുക്കത് ചേരില്ല. ചേരാത്ത പിന്നെ നമ്മളങ്ങനെ മാത്രല്ല ചെക്കന്റെ തന്തയ്ക്കും തള്ളക്കും മുറുക്കുണ്ട്. അപ്പൊ കുട്ടി അവിടെ പോയി കഴിഞ്ഞാൽ അത് ചൊവ്വാവില്ല. നമുക്കങ്ങനെ പാരമ്പര്യം ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഏതായാലും വേണ്ടാന്ന് വെച്ചു. ഒരു സോഡ തന്നെ. ഏടാ ചങ്ങായി, ജേടായിരുന്നു ഇത്ര നാള്? പറയണ്ട, ആകെ ബേജാറന്നെ. എന്ത് പറ്റിന്ന കയറ പൊട്ടി താഴെ വീഴല്ലോന്ന് പേടിച്ച് ഞാൻ തൂങ്ങി മരിച്ചിട്ടാന്ന് മാത്രം. അതോ മരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ തൂങ്ങണമെന്നില്ലല്ലോ. ട്രെയിനിന് പോയിട്ട് തല വെച്ചാലും ചാവും. ഇപ്പൊ ട്രെയിൻ അടങ്ങുണ്ടാ നോക്കണം. ഇനി അഥവാ ഈ ട്രെയിനിന്റെ ഈ ശബ്ദം കേട്ടാൽ എനിക്ക് അന്ന് മൊത്തം തലവേദന വരും. അപ്പൊ പിന്നെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, വിഷം കുടിക്കുക. വിഷം കഴിച്ച് മരിച്ചാൽ ആള് പറയല്ലേ മരിക്കേട്. അല്ലട ചങ്ങായി, എനക്കിപ്പ എന്താ മരിക്കാത്ര അത്യാവശ്യം? എനിക്ക് എത്ര വയസ്സായത്? വയസ്സായവരൊക്കെ ചാവാൻ നിക്ക. ഞാൻ ഇതൊരു കല്യാണം കഴിച്ചു. എന്റെ കൂട്ടുകാര് കല്യാണം കഴിച്ച് അവർക്ക് മക്കളെ കല്യാണം വരെ കഴിഞ്ഞു. ഞാനോ? അല്ല, കൊറേ പെണ്ണ് കണ്ടല്ലോ. കണ്ടു. ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ 14 പെണ്ണ് ഞാൻ കണ്ടു. അതിൽ 3 എണ്ണം എനിക്ക് ഇഷ്ടായി. മറ്റേത് അവർക്ക് ഇഷ്ടായിട്ട. ഓ ശരി. അപ്പൊ ഈ 3 എണ്ണം അതെ, അതാണ് ഈ പ്രശ്നം വന്നത്. ഈ 3 എണ്ണത്തിൽ ഒന്ന് കല്യാണം സെറ്റായി, നിശ്ചയം കഴിഞ്ഞു. നിശ്ചയം കഴിയുമ്പോ നമ്മ 2.5 പവന്റെ വളയിട്ട് കൊടുത്തു. ഞാൻ സ്വന്തം അധ്വാനിച്ച പൈസ. അത് ശരി. വളയന്റെ അല്ല പ്രശ്നം, ഈ വളയിട്ട് കൊടുത്ത് കല്യാണത്തിന്റെ അന്ന് ഈ പെണ്ണ് ചെക്കനില്ലേ ഡ്രൈവർ കൊണ്ടുവരില്ല, കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുവരുന്ന ചെക്കന്റെ അപ്പുറം ഒളിച്ചോടി. എന്റെ വളയും പോയി, നാണവും മാനും എല്ലാം പോയില്ലേ. ഏത് നീ ഓർത്താ വളയും കൊണ്ടോയോ? അതെടുത്തു പോയി. മറ്റേ 2 കല്യാണം ഏകദേശം സെറ്റ് ആയതാണ്. നമ്മളെ നാട്ടിലെ ഏതോ തെണ്ടികൾ ആ കല്യാണം മുടക്കി. ഈ കല്യാണൊക്കെ മുടക്കണ തെണ്ടികളുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ട്. പിടിക്കും.
എന്റെ കൈമ കിട്ടും. ഞാനിത് അന്വേഷിക്കുന്നുണ്ട് വേറെ രീതിയിൽ. എന്റെ കൈമ കിട്ടും. അവനെ തറച്ച് മുറിച്ച് ഞാൻ സമാധാനിക്കാൻ അനക്ക് പറ്റിയൊരെണ്ണം വരും അല്ലേ? അതേടാ കുട്ടിയെ, അണക്ക് വെച്ചൊരു കല്യാണം ഞങ്ങൾ രണ്ടാളും കൂടി തീരുമാനിച്ചു. ഈ ഒരു മനസ്സുണ്ടല്ലോ മാത്രം മതി എനിക്ക്. എടാ ജിദ്ദ വരെ ഞങ്ങളുടെ അടുത്ത് കാര്യപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ വേണ്ടി അപ്പൊ സത്യന്റെ ഉണ്ടാവും, അല്ലാണ്ട് അങ്ങനെ പറയോ? ഏതാ സത്യട്ടായി? ആ പെണ്ണിനിപ്പോ ഒരു ചെറിയ ഒരു കുഴപ്പമൊന്നുമില്ല. ഈ വന്നിട്ട് കണ്ടു നോക്ക്. ഈ വേറെ ഒരു പ്രശ്നം, ഈ മുടി ഇത്ര വേണം, മൂക്ക് ഇങ്ങനെ ആവണം, അങ്ങനെ വല്ല ഡിമാൻഡ് ഉണ്ടോ? ഉണ്ടായി. നടക്കില്ല. അല്ല ഇതിപ്പോ അല്ല, ഒരു 5 കൊല്ലം മുമ്പേ ഉണ്ടായി. മുടിയും ശരീരവും എല്ലാം എന്റെ പോലെ സൗന്ദര്യം. 5 കൊല്ലം മുമ്പാവുമ്പോ പൂളൊക്കെ പറമ്പിലെ രാമൻ ഉണ്ടല്ലോ, രാമന്റെ ഒരു പെങ്ങളുടെ കുട്ടിയുണ്ട്. അതെ ഒരു ഡിമാൻഡും ഇല്ല. ഇനി അത് 2 കല്യാണോ 3 കല്യാണോ കഴിഞ്ഞാലും പ്രശ്നം. എനിക്ക് കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമുണ്ടെങ്കിൽ മാത്രം. എനിക്ക് ഒരു കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം. എന്തായാലും ഒരു പെണ്ണാവണമെന്ന് അല്ലേ? അതെ, ഒരു അഭിമാന പ്രശ്നമാണ് ഇത്. മുടി ഇട്ടില്ലേ, അതാണ് മുടി എനക്കിട്ടല്ലോ വേണമെങ്കിൽ മതിയല്ലോ. പിന്നെന്താ മുടി അങ്ങനെ വെച്ചാ കാര്യം കഴിഞ്ഞില്ലേ? അത് മതി. 3 ദിവസമായി ഉറങ്ങാത്തത്. അതെല്ലേ? ഇപ്പൊ പോയിട്ട് ഉറങ്ങണം. പകലോ രാത്രിയോ ഒന്നുമില്ല. ഈ ഒരു ടെൻഷൻ നിങ്ങൾ പോലത്തെ മനുഷ്യന്മാർ മതി നമ്മുടെ നാട്ടില്. ആരാ പെണ്ണു കൊടുക്കുന്നു? അതെ, എല്ലായിടത്തിലും പോയിട്ട് എന്താ ചെക്കന് പണി ചോദിക്കുമ്പോ എന്തെങ്കിലും പറയാനൊരു പണി വേണ്ടേ? ഞാൻ മുടി വെക്കാന്നല്ലാണ്ട് വേറെ എന്താ പണി? പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന് ചെറിയ ഒരു കിളി പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ശരിക്കും ആലോചിച്ചത്. പിന്നെ എന്തിന്? എങ്ങാനും വരിയാച്ച പോയിക്കോട്ടെ. അല്ല എന്തിനാ? അതും വേണ്ടേ? വേറെ വല്ലവര് വന്ന് കെട്ടിയ ആ പെണ്ണ് നന്നായിക്കോട്ടെ. അതും വേണ്ട. അതില്ലേ എന്തിനാ ചേട്ടാ, അടുത്ത അവിടെ ടയർ കടല്. എന്താ? ഒരു മിനിറ്റ്. ഇവിടെ അടുത്ത ടയർ കട എവിടെയുള്ളത്? കയറ് ഇവിടെ ഇല്ലല്ലോ, അത് ബേക്കറി അല്ലേ? ഇവിടെ ഇവിടെ കയറുണ്ടാവുക. കയറല്ലേ ചേട്ടാ, ഈ കാറിന്റെ ഒക്കെ ടയറില്ലേ? ടയറോ? ടയറാ ചോദിക്കണേ. അതെ, ഫ്രണ്ടില് കാറ്റ് കുറച്ച് കമ്മിയുണ്ട്. അപ്പൊ നിങ്ങൾ എവിടുന്നാ? ഞാൻ ആലപ്പുഴന്ന്. ആലപ്പുഴ എവിടെ? ആലപ്പുഴ കലവൂര് എന്ന് പറയും. ആലപ്പൂര്. നിങ്ങള് ഇവിടെ എന്താണ്? ഇവിടെ ഞാൻ ആ മന്മഥന്റെ വീട്ടിലേക്ക് വന്ന. ആരുടെ? മന്മഥൻ. മന്മഥനോ? മകൻ പേരയാതൻ ഇൻഫോ പാർക്കിലെ ജോലിയുള്ള മറ്റേ അതെ, പുളിക്കൽ തറവാടെന്നാ പറഞ്ഞു. അവിടെ പ്യാരിയുടെ ആരാ? പ്യാരിയുടെ ആരുമില്ല. ഈ പ്യാരിജാതെന്ന് പറഞ്ഞാൽ എന്റെ മകളെന്നെ കല്യാണം ആലോചിച്ച് വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അവര് പരസ്പരമൊക്കെ ഇഷ്ടായി, അവർക്ക് നമ്മുടെ വീടൊക്കെ ഇഷ്ടായി. അപ്പൊ ഞാൻ അവരുടെ വീടൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ. ശരി, ഒന്ന് കണ്ടുട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല വീട്, നല്ല പയ്യൻ. നിങ്ങള് പരിസരത്തൊക്കെ അന്വേഷിച്ചില്ലേ ഇതിനു മുമ്പ്? അല്ല, അത് ഞാൻ അടുത്തൊന്നും അന്വേഷിച്ചില്ല. കാരണം അവരെ കണ്ടപ്പോ അത്ര കുഴപ്പമില്ലെന്ന് തോന്നി. ഉറപ്പിച്ചോ? അപ്പൊ ഇല്ല, ഉറപ്പിച്ച പോലെ ആയി. അവർക്ക് ഇഷ്ടമായി. ആയിക്കോട്ടെ, ഇനിയിപ്പോ ഒന്നും പറയാനില്ല. ആയിക്കോട്ടെ. എന്താ ഒന്നും പറയാല്ലേ പറഞ്ഞു? അല്ല ഒന്നുമില്ലേ, ഒന്നുമില്ല. അങ്ങനെയല്ല. എന്താ? അല്ല, എന്തിനാ നമ്മൾ അതൊക്കെ പറയണത്? അല്ലാതെ ഒരു കുട്ടിയുടെ ജീവിതകാര്യാണ്. എന്തെങ്കിലും പറയാണ്ട് പറയും. എന്തായാലും ഞങ്ങളിപ്പോ ഇനി അവരെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ വല്ലതും പറഞ്ഞു കഴിഞ്ഞ് ഓൻ കള്ളും കഞ്ചാവും കുടിച്ചു വന്നിട്ട് ഇവന്റെ കട തല്ലി പൊളിക്കാൻ അല്ല, അവൻ കള്ളു കഞ്ചാവ് കുടിക്കും. അല്ല, അങ്ങനല്ല. അങ്ങനല്ലേ എപ്പോഴും കൂട്ടുകാരൊക്കെ കൂടുമ്പോ അതിന് കാറുണ്ടാവാറുണ്ട്. അത് ശരി. അപ്പൊ അങ്ങനത്തെ കയ്യിലിരിപ്പുള്ള ചെക്കന അല്ലാട്ടോ. അതൊക്കെ ഞങ്ങൾ ഇവിടെ പീഡിയുള്ള ആൾക്കാർ അതൊന്നും പറഞ്ഞു ഇങ്ങോട്ട് പോയി പറയരുത്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞാനിതൊന്നും പറയാൻ നിൽക്കില്ല. ഇത് അറിഞ്ഞത് നന്നായിട്ടോ. ദൈവമാണ് ഇന്ന് ഇവിടെ എത്തിച്ചത്. അല്ലാതെ നിങ്ങളിപ്പോ ആലോചിച്ച് ജീവിക്കാൻ നടന്നോട്ടെ. എന്താ ചിലൊരു കല്യാണം കഴിഞ്ഞാൽ ഒന്ന് മാറി കിട്ടുമല്ലോ. അങ്ങനെയുണ്ട്. ശരി, അങ്ങനെ പരീക്ഷിക്കാനുള്ള വസ്തുവല്ല എന്റെ മോള്. പിന്നെ അങ്ങനല്ല, കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആരുടെ തലയിലാവും എന്നുള്ള ഒന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇത് വിധിയാണേ. അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ലട്ടാ. അത് ശരി. അപ്പൊ അവ അങ്ങനത്തെ പയ്യനാണല്ലേ? അല്ല, നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ചോളാം. ഞങ്ങളോട് അഭിപ്രായം ഒന്നും ആലോചിക്കാല്ലേ. നന്നായി അറിഞ്ഞു. വണ്ടി എടുക്കേ പോവാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അസലായോ? എന്താ
അസലായി എന്താ കളി അവള് കൂട്ടി പറഞ്ഞാന്നും തോന്നിയിട്ടുണ്ടാവില്ല നമ്മളതിന് പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് നടത്തിക്കോളേന്ന് നമ്മള് പറഞ്ഞേ അല്ലേ? എന്താ നിങ്ങളെ സമ്മതിക്കണം ഇല്ലപ്പോ അതെ എന്ന് തുടങ്ങിയതാണ്. എന്താ ഈ ചെക്കനെ ഇവിടെ വന്നിട്ട് ആ കപ്പലിന്റെ മുട്ടായി നിന്ന് ആ സോഡയും കുടിച്ച് പോയിരുന്ന ചെക്കനാ. ഇപ്പൊ ഓനാ മറ്റാ ജുറാസി പാർക്കില് ജോലിയാ കിട്ടിയ ഇൻഫോ പാർക്ക്. അതന്നെ ഇൻഫോ പാർക്കില് ജോലിയാ കിട്ടിയപ്പോ എന്താ മറ്റേ കളിപ്പ്. ഓൻ പെണ്ണിട്ട നമ്മളൊന്ന് ഇതേ പോലെ അവന്റെ കല്യാണം വണ്ടി. ഞാൻ ഇറങ്ങിയാലോ? എനിക്ക് ഇനി ആരെങ്കിലും വന്നാലോ? നിങ്ങൾ ഇന്നലെ ഇല്ലാണ്ട് ആകെ അവിടെ നേരം പോവാണ്ട്. ഒരു അര മന്മതേട്ട നിങ്ങൾ ഇവിടെ ഒന്ന് കുത്തിരിക്കും, ഞാനൊന്ന് പറയട്ടെ. എന്റെ മൊയ്തു, ഞാൻ എങ്ങനെ ഇരിക്കും സമാധാനമായിട്ട്? ഇങ്ങനെ ഒരെണ്ണം പുറന്നിറഞ്ഞിരിക്കുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിപ്പോ മൂന്നാമത്തെ ആലോചനയാണ് മുടങ്ങുന്നത്. ആ സുഗതം വന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താന്ന് പറഞ്ഞു പോയ ആളാ ഇപ്പൊ വിളിച്ചിട്ട് പറയണ്ട് കല്യാണം നടക്കൂല. നടക്കാതിരിക്കാൻ വേണ്ടി എന്ത് പ്രശ്നമാണ് നമ്മുടെ ഈ കുടുംബത്തിലുള്ളത്, അല്ലെങ്കിൽ ഇവനുള്ളത്? ഇതിപ്പോ ഞാൻ മുടക്കിയതല്ലല്ലോ, നാട്ടുകാരിടപെട്ടിട്ടാണ് സംഭവം മുടങ്ങുന്നത്. അച്ഛന്റെ പിശുക്കായിരിക്കും കാരണം. അച്ഛന്റെ പിശുക്ക് നാട്ടുകാരെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്ത് പിശുക്ക് കാണിച്ചടാ? നിന്നെ വളർത്തി ഇത്രത്തോളം ആക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത്തിരി ധാരാളിത്തം കുറച്ചു, അതിനവൻ പിശുക്കുന്നു. അതെ, ഇവിടെ അച്ഛന്റെ പിശുക്കൊന്നല്ല ഇപ്പൊ വിഷയം. വേറൊരു വിവരം ഞാൻ കേട്ടിക്കണം. അതെന്താണ്? എന്ത് വിവരമാണ്? കേട്ടൊന്നും തോന്നുന്നു വേണ്ട. ഇവൻ കഞ്ചാവെന്നൊക്കെ പറയേണ്ട ആൾക്കാർ. അങ്ങനെ വല്ലതും ഉണ്ടാടോ നിനക്ക്? ഇല്ല കഞ്ചാവ, ഞാൻ ബീഡിയും കൂടി വലിച്ചിട്ടില്ല ഈ പ്രായം വരെ. അവ അങ്ങനെയൊന്നും ചെയ്യൂല. അങ്ങനെയല്ല ഞാൻ അവനെ വളർത്തിയത്. തള്ള പോയ പിന്നെ അവന് ഞാൻ പൊന്നെ കരളെന്ന് പറഞ്ഞ് വളർത്തിയതാവോ. അങ്ങനെയൊന്നും ചെയ്യൂല. ഓന്റെ മുഖത്ത് നോക്കിയാലേ ആരെങ്കിലും പറയോ ഓൻ കഞ്ചാവ് അടിക്കുന്ന ആളാന്ന്? മൊയ്തുക്ക എന്നിട്ട് അവളെന്താ പറഞ്ഞത്? ഓക്കും കഞ്ചാവ് അടിക്കുന്ന ആളെ മാണ്ടാണ്. അല്ല ആര് മോനെ, അതിപ്പം മൊയ്ത് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ചോദിക്കാണ്, നിന്നെ അറിയാതെ എങ്ങാനും ഈ സാധനം എടുത്ത് വലിച്ചു പോയോ? അച്ഛൻ ഞാനിത് എന്താന്ന് കണ്ടിട്ടും കൂടി ഇല്ല അച്ഛാ. ഇല്ല, അവ അങ്ങനെ ചെയ്യൂല മൊയ്ത്, എനിക്ക് ഉറപ്പുണ്ടവനെ. ഏതായാലും കഴിഞ്ഞ ചത്ത കുട്ടീന്റെ ജാതകം നീ നോക്കണ്ട. അതെ, നല്ല വല്ല ആലോചന ഉണ്ടെങ്കിൽ മൊയ്ത് പറ. വേറൊരു ആലോചന ഉണ്ട്. പിന്നെ അത് ആ കുറച്ച് മുന്തിയ ടീമാ, ഉമ്മക്കൊണ്ട് സിങ്ക് ആവൂല. അല്ല, ഞങ്ങൾക്കിപ്പോ എന്താ ഒരു കുറവ്? കുറവൊന്നും ഉണ്ടായിട്ടില്ല. കുടുംബത്തിൽ ഇച്ചിരി ആള് കുറവുണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പാരമ്പര്യവും ഞങ്ങളുടെ അന്തസ്സും അതിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ നമുക്ക് അവൻ നോക്കാം. പറയൂ. തൃക്കാക്കര അടുത്താ. എന്റെ ഓഫീസിന്റെ അടുത്താണ് അച്ഛാ. അതെ അല്ലേ? എന്റെ ഓഫീസ് ആരെയാ? കാക്കനാട്. തൃക്കാക്കരയില് BSL റിട്ടയർഡ് ആയ ഒരാളാ. മൂപ്പര മോളാണ്. കുട്ടി ഒറ്റ മോള്. ഇപ്പൊ BSc നഴ്സിംഗ് കഴിഞ്ഞ് നിക്ക. BSc നഴ്സിംഗ് നല്ലതാ, പുറത്തോട്ട് പോകാൻ ചാൻസ് നല്ലതാ. അല്ല, ഈ കൊടുക്കലും വാങ്ങിക്കലും ഒക്കെ എങ്ങനെ ഇരിക്കും? 1.5 ഏക്കർ സ്ഥലത്ത് ബംഗ്ലാവ് പോലത്തെ ഒരു വീട്. ഇത് 2 കുട്ടിക്കുള്ള. അത് കൊള്ളാം. അല്ല ഇത് ഈ 1.5 ഏക്കർ സ്ഥലത്തിന് പട്ടയമൊക്കെ കൃത്യമായിട്ടും. പട്ടയം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നിങ്ങൾക്ക് അച്ഛന്റെ കൂടെ പോകും വേണം, അമ്മേന്റെ കൂടെ കിടന്നുറങ്ങണം എന്നാണ് നടക്കുന്ന കാര്യ. നിങ്ങൾ വേറെ ബ്രോക്കർമാരെ നോക്കിക്കൊള്ളിട്ടോ. എനിക്കത് ശരിയാവും. ഇരിക്കാം. അല്ല പിന്നെ എന്ത് വർത്താനം മനുഷ്യൻ പറയണത്? മിണ്ടായിരിക്ക അച്ഛ. അച്ഛന്റെ വിവരക്കേട് കൊണ്ടാണ് മൊയ്തൂക്ക് അത് ആലോചിച്ചു. അതെ, ഇത് എനിക്ക് കൊണ്ടുപോകാനില്ല, നിനക്ക് എടുത്തരാനാണ്. പണ്ടേട്ട അങ്ങോട്ട് നോക്കി. കഴിഞ്ഞ ആലോചനകൾ മുഴുവൻ മുടങ്ങിയത് നാട്ടുകാർ അറിഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാ. അതുകൊണ്ട് ഈ ആലോചന 4മതൊരാൾ അറിയരുത്. നമ്മൾ 3 ആൾ, എന്നാലേ ഇത് നടക്കുള്ളൂ. അതെ അതെ, മനസ്സിലായിട്ടല്ലോ? ഞങ്ങളായിട്ട് ആരോടും പറയാം. മതി, ഞാനായിട്ടും ആരോടും പറയില്ല. പിന്നെ പെണ്ണ് കാണുന്ന അന്ന് ഉച്ചക്ക് തന്നെ നമുക്ക് കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ അത്രയും അതൊന്ന് സംസാരിക്കും. അന്ന് ഉച്ചക്ക് തന്നെ. ഈ അന്വേഷിക്കുമ്പോ നല്ല പ്രശ്നം ഉണ്ടാണ്. അതേതായാലും നമുക്ക് നോക്കാം. ഏതായാലും ഇപ്പൊ ഈ ബൈക്ക് കൊണ്ട് പോവാം. ഞാൻ ഓരോട് പറയാം കേട്ടോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഞാനും ഉണ്ട് പോയതൊക്കെ പുറത്തേക്ക്. എനിക്ക് ആ മണ്ടോദരി ഡോക്ടർ ഒന്ന് കാണണം. വയറിനൊരു ചെറിയ നമ്മുടെ സത്യന്റെ മോള്. അതെ അതെ, ആ കുട്ടി പറഞ്ഞ മാതിരി കേട്ടോ. ഒരുപാട് ആലോചന ഞാൻ കൊണ്ടുകൊടുത്ത ഒന്നും അതിന് ശരിയാവില്ല. ഭയങ്കര ഡിമാൻഡ് അവർക്ക്. പക്ഷെ അസുഖത്തിന്റെ കാര്യത്തിലൊക്കെ വയറുവേനക്കോൾ അപ്പം മാറ്റി തരും. ഇതിപ്പോ എന്താ അറിയാമോ, ഇവന് കല്യാണം നടക്കാത്തതിന്റെ ഒരു ആദിയാണിത്. അതിന്റെ അല്ല, എന്തായാലും കല്യാണത്തിന് മുമ്പ് രോഗങ്ങളെ കണ്ട് പോയിക്കോട്ടെ. നമ്പരെ പോര്. പെട്ടെന്ന് തിരിച്ച് വരണേ മോനെ. അവിടെ എവിടെയും ചുറ്റി തിരിയല്ലേ. നമ്മളെ നാട്ടുകാരും ഒന്നും നല്ലതല്ല, അതുകൊണ്ട് പറയാ. ഈശ്വരാ, ഇതെങ്കിലും നടന്നാ മതിയായിരുന്നു. എന്നാലും ആ പട്ടയം ആണുമായിരിക്കും. ഇതൊന്നുമില്ല, ഗ്യാസിന്റെ ആണ് ഈ മരുന്നേ. വെറും വയറ്റില് ഒരു 5 ദിവസം കഴിക്കേ. ഈ മനസ്സിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാവും ഡോക്ടറെ? ഇപ്പൊ എന്താ മനസ്സിന് ഇത്ര പ്രയാസം?
അത് ഈ കല്യാണമൊന്നും അങ്ങോട്ട് ശരിയാകണില്ലേ. 2-3 ആലോചന അടുക്ക പിടിക്ക വന്നതാണ്, പക്ഷെ അതങ്ങോട്ട് മുടങ്ങി പോണു. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊക്കെ എന്നും ഗ്യാസ് ആയിരിക്കുമല്ലോ. ഡോക്ടറുടെ കല്യാണം അങ്ങോട്ട് ശരിയാകണില്ല എന്ന് പറഞ്ഞു കേട്ട്. ഒന്നും പറയണ്ട, അച്ഛനെ ഓരോ പിടിവാശിയാണ്. സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് MD എടുത്ത ആളെ കൊണ്ട് എന്നെ കെട്ടിക്കോളന്ന് വാശിയില്ല. അത് ശരി. അപ്പൊ സത്യേട്ടനും അങ്ങനെ നിർബന്ധമൊക്കെ ഉണ്ടാ? പിന്നെ എത്ര കല്യാണാലോചന വന്നെന്നറിയാമോ? അപ്പൊ ഡോക്ടർക്ക് ഈ കോളേജിൽ പഠിക്കണ സമയത്ത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടുവെച്ചുകൂടായിരുന്ന? എനിക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നണുണ്ട്. പക്ഷെ അന്ന് ഈ പഠിത്തത്തിന്റെ തിരക്കല്ലേ. പിന്നെ അത് മാത്രമല്ല, അമ്മ കുഞ്ഞിലേ മരിച്ചേ പിന്നെ അച്ഛനല്ലേ എന്നെ വളർത്തിയത്. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല. ചെറുപ്പത്തിലെ തന്നെ എന്റെ അമ്മ മരിച്ചതാണല്ലോ. അപ്പൊ അച്ഛന് നിർബന്ധം നല്ലൊരു കാര്യം തന്നെ നടത്തണമെന്ന്. വീട്ടിലും വേറെ ആരും ഇല്ലേ. അപ്പൊ അന്വേഷിച്ച് വന്നപ്പോ ഈ 3 കാര്യവും നാട്ടുകാർ മുടക്കിന്നാ പറയണത്. അയ്യോ, മര്യാദക്ക് ആ കോളേജിലൊക്കെ പഠിക്കുമ്പോ ആരെങ്കിലും പ്രേമിച്ചാ പോരായിരുന്നു? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമ്മളെയൊക്കെ ആരെങ്കിലും പ്രേമിക്കണ്ടേ. എന്താ കാണാൻ അത്ര മോശമാണ്? ഒരു മെനയുണ്ടായില്ലല്ലോ. ഇപ്പൊ ഈ ജോലിയൊക്കെ കിട്ടിയപ്പോഴല്ലേ ഒരുവിധം വെട്ടം വെച്ചത്. ശരിയാണ്, അന്ന് സോഡാ കുപ്പി പോലെ ഇരുന്നിട്ട്. അന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഒന്നും ഉണ്ടായില്ലേ. അല്ലെങ്കിൽ ഞാൻ മണ്ടുവിനെ പ്രേമിച്ചാനെ. എന്റെ വീടിന്റെ മുമ്പിൽ കൂടിയല്ലേ മണ്ടുവും ഷീജയൊക്കെ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒരാഗ്രഹം ഉണ്ടായിട്ടുണ്ട്, പറയാൻ ധൈര്യം കിട്ടിയില്ല. കൊള്ളാലോ. അന്നത് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇവിടെ വരണ്ടായിരുന്നു. ഗ്യാസിന്റെ ഗുളിക വീട്ടിലിരുന്ന് എഴുതി തന്നാ പോരായിരുന്നു. ചെല്ലു എന്നാ ഈ മരുന്ന് മേടിച്ച് കഴിക്കട്ടെ. അപ്പൊ ഇത് ഈ മുകളിൽ എഴുതിയാണ് വെറും വയറ്റില് കഴിക്കണമല്ലേ. അപ്പൊ ഞാൻ രാവിലെ കഴിച്ചിട്ട് ഒരു 3 മണിക്ക് വരാം. അല്ല, ഒന്ന് കാണാലോ, ആശ്വാസം ഉണ്ടെ പറയാല്ല. 5 ദിവസം കഴിഞ്ഞ് വന്നാ മതി. എന്നാ ഫോൺ നമ്പർ ഒന്ന് എഴുതി തരും, എന്തെങ്കിലും സംശയം ഉണ്ടെ വിളിക്കാല്ല. ഇപ്പൊ ഇതിലുള്ള ഫോൺ നമ്പറിൽ വിളിച്ചാ മതി. എഴുതിക്കോ. ഇതിലുള്ളത് വിളിച്ചാ മതി. മതി. അതിൽ അച്ഛനാരെങ്കിലും എടുത്താലേ. അല്ല, വേറെ ആരെങ്കിലും വരുന്നവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. വേറെ പേഷ്യൻസ് ഒന്നും ഇല്ല പുറത്ത്. സത്യത്തിൽ എന്താ പ്രശ്നം? എന്നാ ശരി, എന്നാ ഞാൻ വിളിക്കാം. ഐ ലവ് യു പറഞ്ഞേക്കായിരുന്നു.